മഴത്തോരും മുൻപേ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പോലീസ് സ്റ്റേഷനിലെ അത്യന്തം അപകടകരമായ അന്തരീക്ഷത്തിൽ നിന്നും അലീനയെ മാമച്ചനും രേവതിക്കുട്ടിയും ചേർന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ തെല്ലൊന്നുമല്ല അലീനയ്ക്കുണ്ടായ ആശ്വാസവും സമാധാനവും. എന്നാൽ മറുവശത്ത് പോലീസ് കസ്റ്റഡിയിലായ രോഹിത്തിന്റെ തുടർന്നുള്ള അവസ്ഥ അതെന്താകും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആകുലതയും ഉത്കണ്ഠയുമാണ് ഓരോരുത്തരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ചാനലുകളിലും പത്രങ്ങളിലുമെല്ലാം വാർത്ത പ്രത്യക്ഷപ്പെട്ടു. സംസ്ഥാനത്തെ വളരെ പ്രധാനമായൊരു ബ്രേക്കിംഗ് ന്യൂസായി ഈ വാർത്ത കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധം എല്ലാവരും ഒരുപോലെ ബാധിക്കപ്പെട്ടിരിക്കുന്നു. അഹങ്കാരത്തിന്റെ ആൾരൂപമായ വൈജയന്തി ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ തന്റെ പുന്നാര മകൻ വരുത്തിവെച്ച എല്ലാ വിനകളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. അഗ്നികുണ്ഡത്തിൽ വീണിട്ട് രക്ഷപ്പെടുവാൻ കഴിയാതെ സമ്പൂർണ്ണമായി കത്തിച്ചാമ്പലാകുന്ന ഒരു മാനസികാവസ്ഥയിൽ വൈജയന്തി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അതേക്കുറിച്ചാണ് കേൾക്കുവാൻ പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷം ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. വീഡിയോയിലേക്ക് പോകാം. തുടക്കത്തിൽ തന്നെ കാണുന്നത് ഹോസ്പിറ്റലിലായിരിക്കുന്ന വൈജയന്തിയെയാണ്. പ്രഭാതത്തിലെ ദിനപത്രം വാങ്ങുവാൻ വേണ്ടി ഹോം നേഴ്സിനെ പറഞ്ഞയച്ച സമയം മുതൽ വൈജയന്തി തീക്കനലിനു മീതെ എന്ന പോലെ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഒരു പോള കണ്ണടച്ചിട്ടില്ല. ബബിതയാണ് രോഹിത്തിനെ പോലീസ് പിടിച്ച വിവരം ആദ്യം ഫോൺ ചെയ്തറിയിച്ചത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആരുടെയൊക്കെയോ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ സഹികെട്ടിട്ട് വൈജയന്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ഹോം നേഴ്സ് പത്രവുമായി വാതിൽ കടന്നു വരുന്നത് കണ്ടതും വൈജയന്തിയുടെ നെഞ്ചിൽ ഇടിമുഴങ്ങി. ഹോം നേഴ്സ് ഒന്നും മിണ്ടാതെ പത്രം വൈജയന്തിയുടെ നേർക്ക് നീട്ടി. പത്രം വാങ്ങിയ വൈജയന്തി വിറയാർന്ന വിരലുകളോടുകൂടി ആ പത്രം നിവർത്തി. മുൻ പേജിൽ തന്നെ വാർത്ത കണ്ട് അവരുടെ മുഖം കരിവാളിച്ചു. കൂട്ടബലാത്സംഗം, 4 യുവാക്കൾ അറസ്റ്റിൽ, 4 പേരുടെയും ചിത്രവുമുണ്ട്. രോഹിത്തിന്റെ ഫോട്ടോ കണ്ടതും വൈജയന്തി ഇടിമിന്നലേറ്റതുപോലെയായിപ്പോയി. കാഴ്ച മങ്ങിയതുപോലെ പത്രത്തിലേക്ക് തുറച്ചു നോക്കിയിരിക്കുകയാണ് ജയന്തി. അക്ഷരങ്ങളൊന്നും അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. അവ അക്ഷരങ്ങളെയല്ല, അക്ഷരങ്ങളുടെ രൂപത്തിൽ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന അഗ്നിസർപ്പങ്ങൾ. അവ ഭണം വിടർത്തി വിഷം ചീറ്റുകയാണ്. പത്തിയെടുത്ത് കൊത്തുവാൻ വേണ്ടിയായിരുന്നു. തീക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഓരോ അക്ഷരവും വെന്തു വെണ്ണീറായി. ഒടുവിൽ ഏതാനും ചിത്രങ്ങൾ മാത്രം ശേഷിച്ചു. അവയും കത്തിക്കരിഞ്ഞു. ഫോട്ടോ നെഗറ്റീവ് പോലെ തോന്നിച്ചു. ആ ചിത്രങ്ങളിലൊന്ന് തൻ്റെ മകൻ്റേതാണെന്ന് വൈജയന്തി ഉൾക്കിടിലത്തോടുകൂടി ഓർത്തു. അടുത്ത ചിത്രം അത് ഹരിയുടേതാണ്. വാർത്തകൾക്കിടയിലൂടെ സംഭവങ്ങൾ മുഴുവനും വൈജയന്തി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വിജനമായൊരു റബ്ബർ തോട്ടം, ശ്മശാന ഭൂമിയിലെന്ന പോലെ ഒറ്റപ്പെട്ട ആൾവാസമില്ലാത്തൊരു വീട്, കബളിപ്പിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി, അവളുടെ അപേക്ഷകൾക്കും കരച്ചിലിനും മീതെ കാമവെറി പൂണ്ട 4 യുവാക്കളുടെ അതിക്രമങ്ങൾ. വൈജയന്തി വീണ്ടും വീണ്ടും ആ ഫോട്ടോകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. 2 പേരെ തനിക്കറിയില്ല. ഹരിശങ്കർ ആവട്ടെ ഫോട്ടോ എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ കൈകൾ കൊണ്ട് മുഖം മറയ്ക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈവിലങ്ങുകളും കാണുവാൻ കഴിയും. രോഹിത്ത് തല കുമ്പിട്ട് വെറുതെ നിൽക്കുകയാണ്. വൈജയന്തിയെ ഏറ്റവും അധികം തളർത്തിയത് ഇതൊന്നുമായിരുന്നില്ല. 4 പ്രതികളിൽ രോഹിത്ത് എന്ന യുവാവ് പാലാ ടൗണിലെ പ്രമുഖ വ്യാപാരിയായ ബാലചന്ദ്ര മേനോന്റെയും കോളേജ് അധ്യാപികയായ വൈജയന്തിയുടെയും മകനാണ് എന്ന് വാർത്തകളിൽ അച്ചടിച്ചിരിക്കുന്നു. കോളേജ് അധ്യാപികയായ വൈജയന്തിയുടെ പുത്രൻ എന്നത് ഇതിനോടകം എത്രയോ ലക്ഷം ആൾക്കാർ വായിച്ചു കഴിഞ്ഞിരിക്കും എന്ന ഓർമ്മ അവളെ അപമാനത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് വലിച്ചിട്ടു. കൂട്ടുപ്രതിയായ ഹരിശങ്കർ വൈജയന്തിയുടെ സഹോദരപുത്രനാണ് എന്നൊരു പ്രസ്താവം കൂടി വാർത്തയിലുള്ളത് വൈജയന്തിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ ഈ ഒരു ജന്മം തീർത്തും അവഹേളിക്കപ്പെട്ടു എന്ന് വൈജയന്തിക്ക് ഉറപ്പായി. ഇനി തനിക്ക് മനുഷ്യരുടെ മുഖത്ത് നോക്കുവാൻ കഴിയില്ല. ഇനി തനിക്ക് കോളേജിൽ പോകുവാനോ ജോലി തുടരുവാനോ പറ്റില്ല. ആളുകൾ തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടും. അതാ ആ പോകുന്നത് കൂട്ടബലാത്സംഗ കേസിലെ പ്രതിയായ രോഹിത്തിന്റെ അമ്മയാണ്. വലിയ കോളേജ് അധ്യാപികയാണത്രേ. സ്വന്തം മകനെ നേരാംവണ്ണം വളർത്താൻ അറിയാത്ത അവരാണ് കുട്ടികളെ പഠിപ്പിക്കാൻ നടക്കുന്നത്. ഇത്യാദി വർത്തമാനങ്ങളൊക്കെ ഇനി കേൾക്കേണ്ടി വരും. തൻ്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ ഇനി ഒരിക്കലും തനിക്ക് തലയെടുപ്പോടെ നിൽക്കുവാൻ കഴിയില്ല. ബലാത്സംഗവീരന്റെ അമ്മയാണത് എന്ന് അവർ തമ്മിൽ അടക്കം പറഞ്ഞു ചിരിക്കും. കോളേജിലെ വിദ്യാർത്ഥികളുടെ മുൻപിലോ അതേപ്പറ്റി ആലോചിക്കുവാൻ പോലും വൈജയന്തി അശക്തയായിരുന്നു. തന്നെ കാണുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ കൂവുകയും ചൂളമടിക്കുകയും ചെയ്തെന്നിരിക്കും. മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചും സദാചാരത്തെപ്പറ്റിയും സൽപ്രവൃത്തിയെപ്പറ്റിയും ഇനി ഒരിക്കലും ക്ലാസ് എടുക്കുവാൻ തനിക്ക് സാധ്യമല്ല. ടീച്ചറുടെ മകനെ ഇതൊന്നും പഠിപ്പിച്ചില്ലായിരുന്നോ എന്നൊരൊറ്റ ചോദ്യം കൊണ്ട് ഏതു വിദ്യാർത്ഥിക്കും തൻ്റെ നാവടപ്പിക്കാം. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സ്നേഹബഹുമാനങ്ങൾ ഇനി ഒരിക്കലും തനിക്ക് ലഭിക്കില്ല. അതെ, ഒരിക്കലുമില്ല. വൈജയന്തിയുടെ ഒരു ജന്മം ഇവിടെ പാഴായി തീർന്നിരിക്കുന്നു. ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനേക്കാൾ നല്ലത് താൻ ആ കാർ ആക്സിഡന്റിൽ അന്ന് മരിച്ചു പോകുന്നതായിരുന്നു എന്നവൾക്ക് തോന്നി. ഇനി ഒരിക്കലും സൂര്യൻ ഉദിക്കാതിരുന്നിരുന്നെങ്കിൽ, ഇനി വളരെ കാലത്തേക്ക് ലോകമെമ്പാടും ഇരുട്ട് വ്യാപിച്ചിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു ദുർമന്ത്രം ചൊല്ലി ലോകത്തുള്ള സകല മനുഷ്യരുടെയും മുൻപിൽ നിന്ന് നൊടിയിട കൊണ്ട് അപ്രത്യക്ഷയാകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ,
വൈജയന്തി പത്രത്താളുകളിൽ നിന്നും മുഖമുയർത്തി ഹോം നഴ്സിന്റെ മുഖത്തേക്ക് നോക്കി. അവൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ അവളെ പിരിച്ചുവിട്ടാലോ എന്ന് പോലും തോന്നി. വാതിൽക്കൽ ഒരാളനക്കം കണ്ടു വൈജയന്തി അങ്ങോട്ട് നോക്കി. ആരൊക്കെയോ വാതിൽക്കൽ വന്ന് എത്തി നോക്കുന്നു. ഒരു സ്ത്രീ തന്റെ നേർക്ക് വിരൽ ചൂണ്ടി അടുത്തു നിൽക്കുന്നവരോട് എന്തൊക്കെയോ പിറുപിറുക്കുന്നു. വാതിൽക്കൽ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. രാവിലെ പത്രം വായിച്ചവരാണ് അവരെല്ലാം എന്ന് വൈജയന്തിക്ക് മനസ്സിലായി. അവരിൽ മിക്കവരും അടുത്ത മുറികളിലെ രോഗികളുടെ ബന്ധുക്കളോ കൂടെ നിൽക്കുന്നവരോ ആണ്. അവരിൽ പലരും വൈജയന്തിയെ സന്ദർശിക്കുകയും പരിചയപ്പെടുകയും ഒരു കോളേജ് അധ്യാപിക എന്ന നിലയിൽ ബഹുമാനം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ വിരൽ ചൂണ്ടുന്നത് ആ വൈജയന്തിയുടെ നേർക്കല്ല, കൂട്ടമാനഭംഗ കേസിലെ പ്രതിയുടെ അമ്മയുടെ നേർക്കാണ്. അസഹനീയമായിരുന്നു ആ കാഴ്ച. വൈജയന്തി ശബ്ദമുയർത്തി ഹോം നഴ്സിനോട് ആജ്ഞാപിക്കുകയാണ്, ആ വാതിലൊന്ന് അടച്ചിടാമോ? അത് കേട്ടപാടെ ഹോം നഴ്സ് ഒരു ഗൂഢമായ ചിരിയോടുകൂടി വാതിലടച്ചു. വൈജയന്തി പത്രം മടക്കി തലയണക്കടിയിലേക്ക് തിരികി. 8 മണിയായപ്പോൾ ഷീറ്റ് വിരിക്കുവാനും മരുന്ന് കൊടുക്കുവാനുമായി ഡ്യൂട്ടി നേഴ്സുമാർ വന്നു. വൈജയന്തി അവരെ സൂക്ഷിച്ചു നോക്കി. അവരുടെ മുഖത്ത് മറച്ചു പിടിച്ച പരിഹാസം, അവരുടെ നോട്ടത്തിൽ പുച്ഛവും നിന്നയും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടറും നേഴ്സും കൂടി റൗണ്ട്സിനെത്തി. മുഖവര കൂടാതെ ഡോക്ടർ പറയുകയാണ്, ഇന്ന് ഒരു പത്രവാർത്ത കണ്ടല്ലോ. നിങ്ങളുടെ മകന്റെ പേരും ഫോട്ടോയും അതിൽ കണ്ടു. നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യാനിരുന്ന ദിവസം ഹസ്ബൻഡിന്റെ കൂടെ വന്ന പയ്യനല്ലേ അത്? വൈജയന്തിയുടെ ശ്വാസവും ഹൃദയമിടിപ്പും നിലച്ചതുപോലെയായി. മിണ്ടാൻ കഴിയുന്നില്ല. അത്യഗാധമായൊരു കിണറ്റിലേക്ക് ഓർക്കാപ്പുറത്ത് ആരോ തള്ളിയിട്ടതുപോലെ വെള്ളമില്ലാത്ത ഇരുട്ടിലൂടെ ഒരു മരപ്പാവയെപ്പോലെ കറങ്ങി മറിഞ്ഞു വീണുകൊണ്ടേയിരിക്കുകയാണ്. വൈജയന്തി മെല്ലെ ഒന്ന് ശിരസനക്കി. അപ്പോൾ ഡോക്ടർ, കഷ്ടം, എന്തു ചെയ്യാനാ, അനുഭവിക്കുക തന്നെ. ഇത് കേട്ടുകൊണ്ട് വീണ്ടും വൈജയന്തി തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. അപ്പോൾ വീണ്ടും ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ ഹസ്ബൻഡും ഇതേ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ടല്ലോ, കാർഡിയോളജിയുടെ ICUവിലുണ്ട്. ഇന്നലെ ഒരു മൈനർ അറ്റാക്ക് സംഭവിച്ചു എന്നാണ് കേട്ടത്. അത് കേട്ടിട്ടും വൈജയന്തി കണ്ണു തുറക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. ബാലചന്ദ്രമേനോൻ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് എന്ന് അവൾ ഇന്നലെ രാത്രി തന്നെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. രാത്രി മുഴുവനും ഗോവർദ്ധൻ കാർഡിയോളജി ICUവിന്റെ മുൻപിൽ ഇടനാഴിയിൽ സോഫയിൽ ചാരിയിരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു. രാവിലെ അയാൾ മുഖം കഴുകി പുറത്തേക്ക് പോയി പത്രം വാങ്ങി. വാർത്ത അകത്ത പേജിലായിരിക്കണേ എന്നായിരുന്നു അയാളുടെ പ്രാർത്ഥന. പക്ഷേ മുൻ പേജിൽ തന്നെ വാർത്തയും ചിത്രങ്ങളും കണ്ടതോടെ ഗോവർദ്ധൻ ഹതാശയനായിപ്പോയി. അയാൾ വേറെയും പത്രങ്ങൾ വാങ്ങി നോക്കി. ചില പത്രങ്ങളിലെ മുഖ്യ വാർത്ത തന്നെ 4 ചെറുപ്പക്കാർ ചേർന്ന് ഒരു യുവതിയെ കൂട്ടമാനഭംഗത്തിനിരയാക്കി എന്നുള്ളതായിരുന്നു. ഗോവർദ്ധൻ തിരികെ കോറിഡോറിലൂടെ സോഫയിൽ ചെന്നിരുന്നു. 7 മണിക്ക് ഒരു നഴ്സ് വന്ന് ബാലചന്ദ്രമേനോൻ വിളിക്കുന്നു എന്നറിയിച്ചു. ഗോവർദ്ധൻ അത് കേട്ട് അകത്തേക്ക് കയറി. അപ്പോൾ ബാലചന്ദ്രമേനോൻ ജീവച്ചവം പോലെ ബെഡിൽ കിടപ്പുണ്ട്. ഗോവർദ്ധനെ കണ്ട മാത്രയിൽ അയാൾ ചോദിക്കുന്നുണ്ട്, പത്രം കണ്ടോ? ആ, കണ്ടു. എവിടെ? ഒരെണ്ണം ഒന്ന് കൊണ്ടുവന്നേ. ബാലേട്ടൻ അത് കാണണ്ട. കണ്ടാൽ എന്താണ്, ഇതിൽ കൂടുതലൊന്നും ഇനി വരാനില്ലടോ. താനതിങ്ങി കൊണ്ടുവാ. ബാലേട്ട, വാർത്തയൊക്കെയുണ്ട്, പടവും വന്നിട്ടുണ്ട്, അതും ഫ്രണ്ട് പേജിൽ തന്നെ. ബാക്കിയൊക്കെ ബാലേട്ടന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി കാണുകയും കൂടി വേണോ? ആ വാക്കുകൾ കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ ഗോവർദ്ധന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കിടന്നു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വീണ്ടും ബാലചന്ദ്രൻ വായി തുറന്ന് സംസാരിക്കുകയാണ്. എടോ, തനിക്കറിയുമോ, മിനിഞ്ഞാന്ന് ജയന്തിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു സഹായത്തിന് വേണ്ടി രോഹിത്തിനെ ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവൾ ഡിസ്ചാർജ് വാങ്ങി ഞങ്ങളോടൊപ്പം അന്ന് വീട്ടിലേക്ക് വന്നിരുന്നുവെങ്കിൽ രോഹിത്ത് ഈ സംഭവത്തിൽ ഉൾപ്പെടുമായിരുന്നില്ല. പകരം അവൾ എന്നോട് വഴക്കിട്ട് ഡോക്ടറോട് കള്ളം പറഞ്ഞ് ഡിസ്ചാർജ് ക്യാൻസൽ ചെയ്യിച്ചു. അപ്പോൾ ഗോവർദ്ധൻ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ഫലമില്ലല്ലോ ബാലേട്ടാ. കഴിഞ്ഞു പോയില്ലേ എല്ലാം. വരുവാനുള്ളതിനിപ്പോൾ നേരിട്ടേ പറ്റൂ. ഇനി എന്തോ വരാനാടൂ. അവൻ്റെ ഭാവി തീർന്നില്ലേ? അതുമാത്രമാണോ, ഒരു കുടുംബം തകർന്നില്ലേ? ബബിതയ്ക്കോ കൃഷ്ണമോൾക്കോ ഇനി സ്കൂളിൽ പോകാൻ പറ്റുമോ? മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാൻ കഴിയുമോ? അവരുടെ മനസ്സും തകർന്നില്ലേ? ഇത് പറയുമ്പോൾ ബാലചന്ദ്രമേനോന്റെ ഖണ്ഡമിടറി. ബാലേട്ടൻ സംസാരിക്കണ്ട, കിടന്നു, ഞാൻ പുറത്തുണ്ടാവും. അനുവാദത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ ഗോവർദ്ധൻ ICUവിൽ നിന്നും പുറത്തേക്കിറങ്ങി. തുടർന്ന് വീണ്ടും കടപ്പാട്ടൂരിലെ ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. രാവിലത്തെ പത്രം കണ്ടപ്പോൾ തന്നെ കൃഷ്ണജ കരച്ചിലാരംഭിച്ചു. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അലീന വിഷമിക്കുകയാണ്. വീട്ടിലെ ഫോൺ ഇടതടവില്ലാതെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. അലീന ചെന്ന് ഫോൺ എടുക്കുമ്പോഴെല്ലാം ബാലചന്ദ്രമേനോന്റെയോ വൈജയന്തിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വിളിക്കുന്നത്. രാവിലെ അവർ പത്രം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് വിശദ വിവരങ്ങൾ അറിയണം. പത്രത്തിൽ വന്നതെല്ലാം സത്യമാണോ? എന്തൊക്കെയാണ് സംഭവിച്ചത്? അതിൽ രോഹിത്തിന് എത്രമാത്രം പങ്കുണ്ട്? മറ്റു ചില ആൾക്കാർ കോൾ ചെയ്യുന്നത് പച്ച തെറി വിളിക്കുവാൻ വേണ്ടിയാണ്. ജ്വല്ലറിയുടെയും ടെക്സ്റ്റൈൽസിൻ്റെയും ബോർഡുകളിലും സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകളിലും മറ്റും വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പരും ഉണ്ടായിരുന്നു. തെറിവിളി അസഹനീയമായപ്പോൾ റിസീവർ മാറ്റിവെച്ചാലോ എന്നുപോലും ആലോചിച്ചു പോയി. പക്ഷേ അതിനും നിവർത്തിയില്ല. ആരെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ കണക്ഷൻ കിട്ടിയേ പറ്റൂ. പ്രത്യേകിച്ചും ബാലചന്ദ്രമേനോനും വൈജയന്തിയും ഹോസ്പിറ്റലിലും രോഹിത്ത് ലോക്കപ്പിലുമായിരിക്കുന്ന അവസ്ഥയിൽ. അലീന കോളുകൾ അറ്റൻഡ് ചെയ്തു.
ചീത്ത വിളിച്ചു പറയുന്നത് കേട്ടാൽ അപ്പോൾ തന്നെ ഫോൺ വയ്ക്കും. വിശദാംശങ്ങൾ അന്വേഷിക്കുന്നവരോട് മേനോൻ സാറും ഭാര്യയും വീട്ടിലില്ല എന്ന് പറയും. രാവിലെ മുതൽ തന്നെ മതിലിനു വെളിയിലും ഗേറ്റിലും ചിലർ കൂട്ടം കൂടി നിൽക്കുന്നതും ഒച്ചയെടുത്ത് സംസാരിക്കുന്നതും കാണാമായിരുന്നു. വീടിന്റെ മുൻഭാഗത്തെ വാതിലും ജനലുകളും വീടിന്റെ ഗേറ്റും അലീന അതുകൊണ്ട് തന്നെ അടച്ചുപൂട്ടി. രാവിലെ വന്ന ന്യൂസ് പേപ്പർ അലീനയും കാണുകയുണ്ടായി. അതിലെ വാർത്തകളിലൂടെ, ചിത്രങ്ങളിലൂടെ ഒരു കുടുംബം തകർന്ന് ഛിന്ന ഭിന്നമായിരിക്കുന്നത് അവൾ കണ്ടു. ഒരു ഭവനം ദുഷ്കീർത്തിയുടെ ഇരുട്ടിൽ അമർന്നു വീണിരിക്കുന്നു. ഇനി ഈ വീട്ടിൽ എങ്ങനെ വെളിച്ചമുണ്ടാകുമെന്ന് അലീനയ്ക്ക് തന്നെ അറിയില്ല. രാവിലെ പത്രം വായിച്ചതോടെ ഒരു വല്ലാത്ത മ്ലാനത അവളുടെ മനസ്സിനെ ഗ്രസിച്ചു. ഇനി എന്തു ചെയ്യണമെന്ന് ഒരു രൂപവുമില്ലാത്തതുപോലെയായി. വീട്ടുജോലികളിൽ വ്യാപൃതയാകുവാൻ ശ്രമിച്ചെങ്കിലും ഒരു ഏകാഗ്രത കിട്ടിയില്ല. അനുദിന ജീവിതവൃത്തിയുടെ താളം തെറ്റുന്നു. ഒന്നും ക്രമമായി ഓർക്കാൻ പോലും കഴിയാതെ ജോലികൾ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുന്നു. ചായ എടുത്തു വെച്ചിട്ട് അലീന കൃഷ്ണജയെ വിളിക്കുവാൻ ചെന്നു. അവൾ അപ്പോഴും കിടക്കയിൽ തന്നെ കിടന്ന് ഏങ്ങലടിക്കുകയാണ്. അലീന അല്പനേരം അവളുടെ അരികെ ഇരുന്നു. ചുമലിലും ശിരസിലുമെല്ലാം മെല്ലെ തലോടി അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി. അവളുടെ കണ്ണും മുഖവും ഒക്കെ തുടച്ചു. എന്നിട്ട് പറയുകയാണ്, ചായ എടുത്തിട്ടുണ്ട്, വാ മോളെ. എനിക്കൊന്നും വേണ്ട ചേച്ചി. ഇന്നലെയും ഒന്നും കഴിച്ചില്ലല്ലോ, മോൾ എഴുന്നേറ്റ് വാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? കൃഷ്ണജ വിങ്ങിപ്പൊട്ടി കരയുവാൻ തുടങ്ങി. എന്തിനാ ചേച്ചി ഇങ്ങനെ ജീവിക്കുന്നത്? എനിക്കിപ്പോൾ തന്നെ മരിച്ചാൽ മതിയെന്നുള്ള ചിന്തയാണ്. പെട്ടെന്ന് അലീന അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയുകയും ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇനി എനിക്ക് എങ്ങനെ പുറത്തിറങ്ങുവാൻ പറ്റും ചേച്ചി? സ്കൂളിൽ പോകാൻ എനിക്ക് പറ്റുമോ? പറ്റും മോളെ, ഉടനെ അല്ല, കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. ആളുകൾ ക്രമേണ ഒക്കെ മറന്നു തുടങ്ങും. നമ്മുടെ സങ്കടവും ദുഃഖവും ഒക്കെ കുറേശ്ശെ ഇല്ലാതെയാവുകയും ചെയ്യും. ഇത് പറയുമ്പോഴും അലീന അവളുടെ പുറത്ത് മെല്ലെ തഴുകിക്കൊണ്ടേയിരുന്നു. കൃഷ്ണജയുടെ സങ്കടം അത്ര പെട്ടെന്ന് തീരുന്നതല്ല. ഇന്നലെ രോഹിത്തിനെ പോലീസ് പിടിച്ചപ്പോൾ, വീട് സെർച്ച് ചെയ്തപ്പോൾ, അലീനയെ കൊണ്ടുപോയപ്പോൾ അപ്പോഴൊന്നും അവൾക്ക് സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ രാവിലത്തെ പത്രം കണ്ടപ്പോൾ അവൾ ആകെ തളർന്നുപോയി. വീണ്ടും അലീന പറയുന്നുണ്ട്, സാരമില്ല മോളെ, നമ്മൾ ഈ വിഷമങ്ങളൊക്കെ മറികടക്കും. എന്തൊക്കെ സംഭവിച്ചാലും ചേച്ചി മോളെ ഇട്ടിട്ട് എങ്ങും പോവില്ല. ഞാനുണ്ടാവും മോളുടെ കൂടെ എപ്പോഴും. അലീനെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി ചായ കൊടുത്തു. അതിനുശേഷം അവൾ ബബിതയെ വിളിക്കുവാൻ വേണ്ടി പോയി. രാവിലെ പത്രം വായിച്ചതിന് ശേഷം അവൾ മുറിയിൽ കയറി വാതിലടച്ചതാണ്. ഇതുവരെ തുറന്നിട്ടില്ല. ഇടയ്ക്കിടെ അവളുടെ മുറിയിൽ നിന്നും ഫോൺ സംഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അലീന ബബിതയുടെ വാതിൽക്കലെത്തി. അകത്ത് ശബ്ദമൊന്നുമില്ല. അവൾ വാതിലിൽ തട്ടി വിളിച്ചു. കുറേ തവണ തട്ടിയതിനു ശേഷമാണ് വാതിൽ തുറക്കപ്പെട്ടത്. ബബിതയുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. അവൾ കരഞ്ഞിട്ടുണ്ട് എന്ന് അലീനയ്ക്ക് മനസ്സിലായി. കവിൾത്തടങ്ങൾ തിണർത്ത് കിടക്കുന്നു. ബബിത അലീനയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അല്പം ധിക്കാര ഭാവത്തിൽ തന്നെ ചോദിക്കുകയാണ്, എന്തിനാ നീ വാതിലിട്ടിടിച്ചുകൊണ്ട് നിന്നത്? അല്ല, ചായ എടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്ന് എടുത്തു കുടിക്കും. ഇന്ന് സ്കൂളിലൊന്നും പോണ്ട കേട്ടോ. എനിക്കറിയാം, എന്നെ ആരും ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട. മോളെ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടേ? എന്നാലല്ലേ കുറച്ച് മനസ്സമാധാനം കിട്ടൂ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഏതവസ്ഥയിലും. അത്രയും കേട്ടപ്പോഴേക്കും ബബിത പൊട്ടിത്തെറിക്കുകയാണ്. കൂടെയുണ്ട് ഏതവസ്ഥയിലും? അതാണ് ഈ കുടുംബത്തിന്റെ ശാപം. എടി, നീ ഈ വീട്ടിൽ കാല് കുത്തിയതിന് ശേഷമാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും സംഭവിക്കാൻ തുടങ്ങിയത്. എല്ലാം നീ ഒരൊറ്റ ഒരുത്തി കാരണമാണ്. അതുകൊണ്ട് നിന്നോട് ഞാൻ യാചിക്കുകയാണ്, ഇനിയെങ്കിലും ഈ വീട് വിട്ട് നിനക്കൊന്ന് ഇറങ്ങി പോകാമോ? മുഖത്തടിച്ചതുപോലെയുള്ള ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അലീന സ്തംഭിച്ചു നിന്നുപോയി. ബബിത അവളുടെ മുഖത്തേക്ക് വാതിൽ പിടിച്ചടച്ചു കളഞ്ഞു. പെട്ടെന്ന് അലീനയ്ക്ക് ഒരു വല്ലാത്ത തളർച്ച പോലെ അനുഭവപ്പെട്ടു. താൻ വേഗത്തിൽ തിരികെ നടന്ന് തൻ്റെ മുറിയിലെത്തി കട്ടിലിരുന്നു. തൻ്റെ മനസ്സിനകത്തേക്ക് പല ചിന്തകൾ കടന്നു വരുവാൻ തുടങ്ങി. ധൈര്യം ചോർന്നു പോകുന്നു. പെട്ടെന്ന് അവൾ അലമാരത്തട്ടിലെ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിലേക്ക് എത്തി. പ്രക്ഷുബ്ധമായ കടലിൽ ഒരു വഞ്ചിയിൽ അക്ഷോഭ്യനായി നിൽക്കുകയാണ് യേശു. തിരമാലകൾ മലകൾ പോലെ ചുറ്റിലുമുയരുന്നു. വഞ്ചി ആകാശത്തേക്ക് ഉയരുകയും അടുത്ത നിമിഷം തിരക്കുഴിയിലേക്ക് താഴുകയും ചെയ്യുന്നു. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. യേശു കടലിനു മീതെ കൈകൾ നീട്ടുന്നു. കാറ്റും കടലും ശാന്തമാകുന്നു. അലീന ആ മുഖത്തേക്കൊന്ന് നോക്കി. ശാന്തമായൊരു മന്ദഹാസം. പെട്ടെന്ന് ടെലിഫോൺ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ട് അലീന ചെന്ന് ഫോൺ എടുത്തു. രേവതിക്കുട്ടിയാണ്. ചേച്ചി. എന്താ മോളെ? ചേച്ചി, ഞങ്ങൾ രാവിലെ പത്രം കണ്ടിരുന്നു. അലീന ഒന്നും മിണ്ടിയില്ല. ചേച്ചി വിഷമിക്കരുത് കേട്ടോ, ധൈര്യമായിട്ടിരിക്കണേ. ചേച്ചി ഒറ്റയ്ക്കല്ല, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. പെട്ടെന്ന് അലീനയ്ക്ക് കരച്ചിൽ വന്നു. ഒരാശ്വാസ വാക്ക് പകർന്നു തരുന്ന ആത്മവിശ്വാസവും സമാധാനവും എത്രയാണെന്ന് അവൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ശരി മോളെ, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അലീന ഫോൺ വെച്ചു. റിസീവറിലേക്ക് ഫോൺ വെക്കുകയും വീണ്ടും അടുത്ത ബെല്ല് വരികയാണ്. ഇനിയിപ്പോൾ അടുത്തതാരാണാവോ എന്നുള്ള ചിന്തയോടുകൂടി അലീന റിസീവർ കാതിലേക്ക് അടുപ്പിക്കുമ്പോൾ ഗോവർദ്ധന്റെ ശബ്ദമാണ് കേട്ടത്. എന്നാൽ മറുതലയ്ക്കൽ അലീനയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും ഗോവർദ്ധന് വല്ലാത്ത അത്ഭുതം. അയാൾ ചോദിക്കുകയാണ്, നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും എപ്പോൾ വിട്ടയച്ചു? ഇന്നലെ രാത്രിയിലായിരുന്നു അങ്കിളെ. തുടർന്ന് എറണാകുളത്ത് നിന്നും മാമച്ചനും രേവതിക്കുട്ടിയും വന്നതും
ഡിവൈഎസ്പി ഇടപെട്ട് തന്നെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ചതുമായ കാര്യങ്ങൾ അലീന ഗോവർദ്ധനെ അറിയിച്ചു. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഗോവർദ്ധൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വീട്ടിലേക്കൊന്ന് പോകണം, പോയിട്ട് ഞാൻ ഉടനെ എത്താം, മോൾ അതുവരെ ഹോസ്പിറ്റലിലേക്കൊന്ന് വന്നിരിക്കുമോ? അപ്പോൾ അലീന, തീർച്ചയായിട്ടും മക്കളെ, ഞാൻ ഉടൻ തന്നെ എത്തിയേക്കാം. അലീന ഹോസ്പിറ്റലിൽ എത്തുന്നതുവരെ ഗോവർദ്ധൻ അവിടെ കാത്തു നിന്നു. അലീനയെ കണ്ടപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ വീട്ടിലേക്ക് പോയതിനു ശേഷം വക്കീൽ ഓഫീസിലേക്ക് പോകണം. ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസമാണ്. എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ആരാഞ്ഞേ മതിയാവുകയുള്ളൂ. തുടർന്ന് അലീന ICUവിലേക്ക് കയറി ബാലചന്ദ്രമേനോനെ കണ്ടു. ഒറ്റ ദിവസം കൊണ്ട് അച്ഛന് പ്രായമേറെ ചെന്നതുപോലെ അലീനയ്ക്ക് തോന്നി. തീർത്തും അയാൾ അവശനായിരിക്കുന്നു. അലീനയെ കണ്ടപാടെ ബാലചന്ദ്രമേനോൻ ചോദിക്കുന്നുണ്ട്, വീട്ടിൽ എങ്ങനെയുണ്ട് മോളെ? ആ ശബ്ദം തന്നെ തളർന്നിരുന്നു. പക്ഷെ അലീന പറയുകയാണ്, അവിടെ ഒരു കുഴപ്പമില്ല അച്ഛാ. ബബിതയും കൃഷ്ണമോളും എവിടെ? അവർക്കൊക്കെ സങ്കടമായിരിക്കില്ലേ? പിന്നെ സങ്കടം ഇല്ലാണ്ടിരിക്കുമോ? പക്ഷേ എല്ലാം ശരിയാവും അച്ഛാ. അവരെന്ത് ചെയ്യുന്നു മോളെ? വീട്ടിലുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങരുതെന്ന്. പിന്നെ പോലീസുകാരവിടെ വന്നു. അച്ഛൻ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ? അച്ഛൻ അടങ്ങിക്കിടക്ക്. ഇവിടെ കിടന്നുകൊണ്ട് എന്തെങ്കിലും അച്ഛന് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. മോളെ, നീ പത്രം കണ്ടിരുന്നോ? കണ്ടു. പ്രതീക്ഷിച്ചതുപോലെ എല്ലാം അതിനകത്തുണ്ടായിരുന്നു. ഞാനൊരു പത്രം വാങ്ങിത്തരാൻ ഗോവർദ്ധനോട് പറഞ്ഞു. പക്ഷേ അവനത് വാങ്ങി തന്നില്ല. അച്ഛൻ എന്തിനാണ് പത്രം? മനസ്സ് വിഷമിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പറ. വേറെ പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അങ്ങോട്ട് പറയാം. എന്നാൽ പറയും. ഞാൻ ഈ ഹോസ്പിറ്റലിലായതിനു ശേഷം അവിടെ എന്തൊക്കെ സംഭവിച്ചു എനിക്കറിയണ്ടേ മോളെ? എൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടോ? ഇനി അവനെ ജീവിക്കാൻ കൊള്ളാമോ? അച്ഛൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം രാത്രി ഇരുണ്ടു വെളുത്തു. അത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ബാലചന്ദ്രമേനോൻ പിന്നീട് ഒന്നും അലീനയോട് ചോദിച്ചില്ല. അലീന ഒന്നും വിട്ടു പറയില്ല എന്ന് അയാൾക്ക് നന്നായി മനസ്സിലായി. അയാൾ ഇത്തിരി നേരം കണ്ണുകളടച്ച് അനങ്ങാതെ കിടന്നു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നെറ്റിയിൽ ഇളം ചൂടുള്ളൊരു സ്പർശനം. അയാൾ കണ്ണു തുറന്നു നോക്കി. അലീനയുടെ കൈപ്പടമാണ് തൻ്റെ നെറ്റിയിൽ അമർന്നിരിക്കുന്നത്. അവളുടെ മിഴികൾ പാതി അടഞ്ഞിട്ടുണ്ട്. ചുണ്ടുകൾ മെല്ലെ ചലിക്കുന്നുണ്ട്. അതെ, അവൾ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്തൊരു ശാന്തത തൻ്റെ മനസ്സിലേക്ക് അരിച്ചു കിടക്കുന്നത് ബാലചന്ദ്രമേനോൻ തിരിച്ചറിഞ്ഞു. ഇരുട്ടിലൊരു മിന്നാമിനുങ്ങ് നീന്തി വരുന്നത് പോലെ പതുക്കെ പതുക്കെ മനസ്സിലെമ്പാടും അത് വ്യാപിക്കുന്നു. അവൾ കണ്ണു തുറന്നിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി ആർദ്രമായി ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് പറയുകയാണ്, അച്ഛൻ വിഷമിക്കണ്ട, എല്ലാം നേരെയാവും, ഞാൻ നോക്കിക്കോളാം എല്ലാം. അലീന എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ബാലചന്ദ്രന് മനസ്സിലായില്ല. അയാൾ ചിന്തിക്കുകയാണ്, ഇവൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവളീ പറയുന്നത്? സാമാന്യം പിടിപാടും സ്വാധീനവുമുള്ള ഗോവർദ്ധന് പോലും രോഹിത്തിനെ ഒന്ന് കാണാനോ വിവരങ്ങൾ അറിയാനോ സാധിച്ചിട്ടില്ല. ജാമ്യത്തിൽ ഇറങ്ങുവാനും പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അറിഞ്ഞത്രയും വിവരങ്ങൾ ശരിയാണെങ്കിൽ രോഹിത്ത് 6 വർഷം മുതൽ 12 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇനി എന്ത് ശരിയാകുമെന്നാണ് ഇവളീ പറയുന്നത്? ബാലചന്ദ്രമേനോന്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ ആ സമയത്ത് അലീന വീണ്ടും പറയുകയാണ്, അച്ഛനിങ്ങനെ ഓരോന്നാലോചിച്ച് വേവലാതിപ്പെട്ടാൽ എന്തെങ്കിലും ഫലമുണ്ടാവുമോ? അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. ജാമ്യം കിട്ടുന്നു, രോഹിത്ത് വെളിയിൽ വരുന്നു, എല്ലാം തെറ്റിദ്ധാരണകളായിരുന്നുവെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു, കേസ് വെറുതെ വിടുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നു. ഇതിനേക്കാൾ വലിയ കുഴപ്പങ്ങളിൽ കൂടി കടന്നുപോയ ആൾക്കാരില്ലേച്ചാ? അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബാലചന്ദ്രൻ ഓർക്കുകയാണ്, ശരിയാണ്, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഗോവർദ്ധൻ മടങ്ങിയെത്തുന്നത് കാത്ത് അലീന ആശുപത്രിയിലിരിക്കുകയാണ്. ഇതിനിടയിൽ ബാലചന്ദ്രനെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ അവൾ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോവർദ്ധൻ മടങ്ങിയെത്തി. അലീന ബാലചന്ദ്രനോട് വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ടായിരുന്നു, ജാമ്യം കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായി. അഡ്വക്കേറ്റ് അത് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. ആ വാക്കുകൾ കേട്ടിട്ട് അത് പ്രതീക്ഷിച്ചിരുന്നു എന്ന രീതിയിൽ തന്നെ നിർവികാരതയോടെ അലീന ഗോവർദ്ധന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. തുടർന്ന് പറയുകയാണ്, വീട്ടിൽ അവരെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ പൊയ്ക്കോട്ടെ. ഗോവർദ്ധൻ അവളെ യാത്രയാക്കി. ഓട്ടോറിക്ഷ പിടിച്ച് അലീന വീട്ടിലെത്തി. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് അലീന പോയത്. പക്ഷേ ബബിതയോ കൃഷ്ണജയോ അതിൽ തൊട്ടിട്ടില്ല എന്ന് അവൾ മനസ്സിലാക്കി. അലീനയ്ക്കും ഒന്നും കഴിക്കുവാൻ തോന്നുന്നില്ല. പെട്ടെന്ന് കോളിംഗ് ബെൽ കേട്ട് അവൾ ജനലിൽ കൂടി നോക്കി. മനുശങ്കർ പുറത്തു നിൽക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. അലീന വാതിൽ തുറന്നു. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ക്ഷീണിച്ചു വിളറിയ മുഖം, അലങ്കോലപ്പെട്ട മുടി, കണ്ണുകളിൽ തളർച്ചയും ദൈന്യതയും സങ്കടവും. അലീന ചോദിക്കുകയാണ്, മനുവേട്ടൻ എപ്പോഴാ വന്നേ? ഞാൻ രാവിലെ 8 മണിയായപ്പോഴെത്തി. തുടർന്ന് വീണ്ടും മനുശങ്കറിന്റെ മുഖത്തേക്ക് തന്നെ അലീന സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. അവനിൽ നിന്നും ഒരു സാന്ത്വനം അവൾ പ്രതീക്ഷിച്ചു. അവൻ പകരുന്ന ധൈര്യം മനസ്സിനെ ബലപ്പെടുത്തുമെന്നും ബലവാനായ ഒരു ബന്ധു തനിക്കുണ്ട് എന്നുള്ള തോന്നലും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് മനുശങ്കറിനെ അലീന കണ്ടിട്ടുള്ളത്. പക്ഷേ ആ മനുശങ്കർ ഇവിടെ ഇതാ തളർന്നു നിൽക്കുന്നു. ആ കാഴ്ച കണ്ടിട്ട് അലീന ചോദിക്കുകയാണ്, മനുവേട്ടൻ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ. അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി.
ഇരിപ്പുമുറിയിലെത്തിയതും അവൻ സോഫയിലേക്ക് വീണുപോയി. മനുവേട്ടൻ എവിടെയെങ്കിലും പോയിരുന്നോ? പോലീസ് സ്റ്റേഷനിലോ വക്കീൽ ഓഫീസിലോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെയോ അങ്ങനെയുള്ള എവിടെയെങ്കിലും? എല്ലായിടത്തും പോയി. ഒന്നും ചെയ്യാനില്ല അലീന. ജാമ്യം കിട്ടില്ല എന്നുറപ്പായി. പോലീസുകാർ ഒന്ന് കാണിക്കുക കൂടിയില്ല. കോടതി റിമാൻഡ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരെല്ലാം മറുപക്ഷത്താ. ആരുമില്ല നമ്മുടെ സഹായത്തിന്. പത്രങ്ങളിലേക്കാണെങ്കിൽ നോക്കാൻ കൂടി വയ്യ. രാവിലെ മുതൽ മിക്ക ചാനലുകളിലും വാർത്തയുണ്ട്. വാർത്ത മാത്രമല്ലല്ലോ, അറസ്റ്റ് ചെയ്യുന്നതും ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നതും തെളിവെടുപ്പ് നടത്തുന്നതും ചോദ്യം ചെയ്യുന്നതും ലോക്കപ്പിൽ നിൽക്കുന്നതും ഇതെല്ലാം കോടിക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മനുശങ്കറിന്റെ സംസാരം കേട്ടപ്പോൾ തനിക്കല്ല അവനാണ് സാന്ത്വനം ആവശ്യമുള്ളത് എന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഹൃദയം ആകപ്പാടെ ചൂടുപിടിച്ചു നിൽക്കുകയാണ്. സ്വന്തം അനുജനും കസിനുമാണ് മാനഭംഗ കേസിൽ കുടുങ്ങി വാർത്തകളിലും ചിത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. മനുശങ്കർ കൈവെള്ളയിൽ നെറ്റി താങ്ങി കുനിഞ്ഞിരിക്കുകയാണ്. അലീന മനുശങ്കറിന്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മനുവേട്ട, വീട്ടിലെ അവസ്ഥ എന്താണ്? മരണ വീട്ടിൽ ചെന്ന് കയറിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അമ്മയും രഞ്ജിനിയും കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. മുത്തശ്ശി സദാസമയത്തും പ്രാർത്ഥന തന്നെ. പുറത്തോട്ടിറങ്ങിയാൽ മനുഷ്യരുടെ രോഷവും പരിഹാസവും നിന്നയും മാത്രം. ഒരാളുടെയും മുഖത്ത് നോക്കാൻ വയ്യ. എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് കേട്ടുകൊണ്ട് അലീന മെല്ലെ അവൻ്റെ ശിരസിലേക്ക് കൈത്തലം അമർത്തി. മനുവേട്ട, ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ കാര്യം? എല്ലാം നമുക്ക് തരണം ചെയ്തേ മതിയാവുകയുള്ളൂ. മനുശങ്കർ മുഖമുയർത്തി അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ മിഴികളിൽ സ്നേഹത്തിൻ്റെ ആർദ്രതയും കാരുണ്യവും അലിവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മനുവേട്ടൻ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? ഞങ്ങളെ കൂടി ആശ്വസിപ്പിക്കേണ്ട ആളല്ലേ മനുവേട്ടൻ? വേറെ ആരാണ് ഞങ്ങൾക്കുള്ളത്? മനുവേട്ടൻ്റെ അടുത്ത് എൻ്റെ സങ്കടം പറയാമല്ലോ എന്ന് കരുതി ഞാൻ അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ മുഖം കാണുമ്പോൾ എനിക്ക് കൂടി സങ്കടം താങ്ങാൻ കഴിയുന്നില്ല. അത് കേട്ടപാടെ മനുശങ്കർ അവളുടെ ഇരു കരങ്ങളും കവർന്ന് ആ കൈപ്പത്തികൾക്കുള്ളിൽ തൻ്റെ മുഖം അമർത്തി. തൻ്റെ വിരലുകളിലൂടെ ചൂടുള്ള നനവൊഴുകുന്നത് അവളപ്പോൾ തിരിച്ചറിഞ്ഞു. ഒരു ഞെട്ടലോടെ അലീന, മനുവേട്ട, ഇങ്ങനെ സങ്കടപ്പെടാതെ, എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ പരിഹാരം ദൈവം കാണിച്ചു തരും. അത് കേട്ടുകൊണ്ട് അവൻ മുഖമുയർത്തി. അവൻ്റെ കൺതടങ്ങൾ കണ്ണീർ പുരട്ട് നനഞ്ഞിരുന്നു. ഹരിശങ്കർ വാടിയ മുഖത്തോടുകൂടി ചോദിക്കുകയാണ്, ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഇനി പറ്റുമോ? എങ്ങനെ തോന്നി ഇവന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുവാൻ? മനുശങ്കറിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് കണ്ടുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി നിൽക്കുവാൻ കഴിയാതെ അലീന പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. തുടർന്നവൾ ഊണുമേശയിലെ കസേരയിൽ ചെന്നിരുന്നു മേശപ്പുറത്തേക്ക് തല ചായച്ചിരുന്നു കൊണ്ട് വിങ്ങിപ്പൊട്ടി. ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാതെ സങ്കടക്കടലിൽ അലഞ്ഞു നടക്കുന്നൊരവസ്ഥ. മഴത്തോരു മുൻപേ സീരിയൽ ഹൃദയഭേദകമായ നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്. കൂടുതൽ വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.